അന്നേ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇതാ മലയാള സിനിമയിൽ തീവ്രവാദത്തിന്റെ പുഴു നുരയ്ക്കുന്നു. ദൃശ്യമാധ്യമങ്ങളെ പോലെ മനുഷ്യനെ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു മേഖലയില്ല. വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയുള്ള വിഭവങ്ങൾക്ക് ഒപ്പം സാമൂഹ്യനീതിക്ക് നിരക്കാത്തതും അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ കഥകൾ സിനിമയിൽ കടന്നു വരാറുണ്ട്. എങ്കിൽ പോലും വിനോദത്തിനു വേണ്ടി ഭൂരിപക്ഷം മനുഷ്യരും അവലംബിക്കുന്നത് സിനിമയെ തന്നെയാണ്. ഹാസ്യവും പ്രണയവും പ്രതികാരങ്ങളുമൊക്കെ പ്രമേയങ്ങളായി വന്ന ചലച്ചിത്രങ്ങൾക്കൊപ്പം കാലം മുന്നോട്ട് പോയപ്പോൾ ഇപ്പോഴിതാ മത തീവ്രവാദത്തിന്റെ രഹസ്യ അജണ്ടകൾക്കും സിനിമ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവയുടെ ആശയങ്ങളെയും സൂചനകളെയും അഭ്രപാളികളിലൂടെ പ്രേക്ഷകന്റെ ചെലവിൽ വിറ്റഴിക്കുന്ന അത്യന്തം ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് നാം ഇന്ന് മലയാള സിനിമാ ലോകത്ത് കാണുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ പുഴു എന്നൊരു സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം റിലീസിനെത്തി. മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെ അങ്ങേയറ്റം നിലവാര തകർച്ചയുടെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച, ടൈറ്റിലിനെ അനർത്ഥമാക്കുന്ന വിധത്തിൽ എഴഞ്ഞെഴഞ്ഞു നീങ്ങുന്ന ഈ സിനിമ പ്രേക്ഷകരെ പരമാവധി ബോറടിപ്പിക്കുന്നതായിരുന്നു. പുഴുവിന്റെ നിലവാര തകർച്ചയെ നിശിതമായി വിമർശിച്ച സാമൂഹ്യ വിമർശക കൂടിയായ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ മമ്മൂട്ടിയിലെ നടന് അന്തിമോപചാരം പോലും അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ അതിനുമപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദത്തെയും പരോക്ഷമായി പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കഥയുടെ ആഖ്യാനമാണ് ഇപ്പോൾ കടുത്ത വിമർശനത്തിനും വിവാദത്തിനും വഴിവെച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ സിനിമയുടെ യാഥാർത്ഥ്യത്തിലില്ലാത്ത മേന്മയെ വിളംബരം ചെയ്യുന്ന അത്യന്തം ഹീനമായ തള്ളിമറക്കലുകൾ കൊണ്ട് പ്രോ ലെഫ്റ്റ് ഇസ്ലാമികവാദികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. പുഴുവിന്റെ അമ്പെ പരിതാപകരമായ അവസ്ഥയും ബ്രാഹ്മണനായ നായകനെ കൊല്ലാൻ തീവ്രവാദ കേസിലെ പ്രതിയുടെ പുത്രനായ വില്ലൻ പലവട്ടം ശ്രമിക്കുന്നതും ഒടുവിൽ തീവ്രവാദിയായ വില്ലന്റെ കൈയാൽ നായകൻ കൊല്ലപ്പെടുന്നതും കാട്ടി തിരക്കഥാകൃത്ത് ഹർഷാദും സംവിധായിക റത്തീനയും ഈ സിനിമയിലൂടെ അതീവ രഹസ്യമായി കടത്തുവാൻ ശ്രമിച്ച ഇസ്ലാമിക തീവ്രവാദത്തെയും വളരെ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞ് ചിലരൊക്കെ പ്രതികരിച്ചു എന്നത് പ്രതീക്ഷ നൽകുന്നു. അത്തരം ചില സാമൂഹ്യ മാധ്യമ പ്രതികരണങ്ങളിൽ കൂടിയാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഹർഷാദ് തീവ്ര മതചിന്തകൾ പേറി നടക്കുന്ന നിരോധിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻ പ്രവർത്തകനായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തുവരുന്നത്. ഈ തിരക്കഥാകൃത്ത് തന്നെയാണ് നക്സലൈറ്റുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന ഉണ്ട എന്ന സിനിമയും പൃഥ്വിരാജിനെ നായകനാക്കി തീവ്ര ഇസ്ലാം ചിന്താഗതികൾ പ്രമേയമാക്കി വാര്യം കുന്നനെ വെള്ളപൂശുന്ന സിനിമയ്ക്കും കഥയൊരുക്കിയത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പുറത്തു വരാത്ത പലതുമുണ്ട് പിന്നണിയിലെന്ന ഓർമ്മപ്പെടുത്തലല്ലേ ബലപ്പെടുന്നത്? നമ്മുടെ കലാമേഖലയിൽ വിശേഷിച്ച് സിനിമയിൽ പ്രോ ലെഫ്റ്റ് ഇസ്ലാമിക് ചിന്തകളും അതിന്റെ മറവിൽ അന്യമത ധ്വംസനവും കൊടികുത്തി വാഴുന്ന ഒരു കാലമാണിത്. മുമ്പ് ട്രാൻസ് എന്ന സിനിമയിലൂടെ അൻവർ റഷീദും ഫഹദ് ഫാസിലും ചേർന്ന് അവതരിപ്പിച്ച അപഹാസ്യകരമായ ക്രിസ്തീയ വിമർശനങ്ങളും പിന്നെ പൃഥ്വിരാജിന്റെ തന്നെ കുരുതിയിലൂടെ തുടരുന്ന തീവ്രവാദ ചിന്താഗതികളും ഭീഷ്മപർവത്തിലൂടെയുള്ള അന്യമത അവഹേളനവും ഇപ്പോൾ പുഴു എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്നു. മുൻപ് സൂചിപ്പിച്ച രണ്ട് ചിത്രങ്ങളിൽ ഇടത് സഹയാത്രികൻ കൂടിയായ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് നായകനായി വന്നിരിക്കുന്നത് എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. സത്യം തിരിച്ചറിഞ്ഞ പലർക്കും ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങിയെങ്കിലും കാലങ്ങൾക്ക് മുമ്പേ ഈ അപകടം മണത്തറിഞ്ഞ ക്രൈസ്തവ സംഘടനകളും സഭയും മലയാള സിനിമയിൽ ക്രൈസ്തവ ഹൈന്ദവ വിരുദ്ധ പ്രമേയങ്ങളിലൂടെ ഇസ്ലാമിക അജണ്ട നടപ്പാക്കുന്നു എന്നുള്ള മുന്നറിയിപ്പുകൾ പലതവണ നൽകിയതാണ്. ഏറെ വൈകിയെങ്കിലും ഈ നിഗൂഢ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാൻ ചിലർ കൂടി തയ്യാറായത് തികച്ചും പ്രതീക്ഷ നിർഭരമാണ്. സിനിമയിലൂടെ ഒളിപ്പിച്ചു കിടത്തുന്ന അത്യന്തം അപകടകരമായ ഇത്തരം തീവ്രവാദ ഉൽപ്പന്നങ്ങളുടെ അപകടം വിവേചിച്ചറിയുവാൻ പകലന്തിയോളം പണിയെടുത്തിട്ട് തെല്ല് വിനോദത്തിനു വേണ്ടി ടിക്കറ്റ് എടുത്ത് കൊട്ടകയിൽ കയറുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കഴിഞ്ഞെന്നു വരില്ല. അത്തരം ദൗർബല്യങ്ങളാണ് തീവ്രവാദികൾ മുതലെടുക്കുന്നത്. അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഓരോ വ്യക്തിയുടെയും ചുമതലയാണ്. സിനിമകളിലൂടെ, പ്രത്യേകിച്ച് പുഴു എന്ന ചിത്രത്തിലൂടെ ചിലർ കേരള സമൂഹത്തിലേക്ക് കുത്തിവെക്കുന്ന വിഷലിപ്തമായ തീവ്രവാദ ചിന്തകൾ
വിവേചിച്ചറിയാനും അതൊരു മുന്നറിയിപ്പായി കേരള സമൂഹത്തിന് നൽകാനും മുൻപോട്ട് വന്ന എല്ലാ വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കും അഭിനന്ദനങ്ങൾ. അപ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കാരണം ഇത്തരം ചിത്രങ്ങൾക്ക് പണം മുടക്കുന്നവർ ആരെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. അതെ, അന്നം മുടക്കിയിട്ട് എന്ത് മാധ്യമ പ്രവർത്തനം?